ഏത് നേത്രരോഗത്തിൽ നിന്ന് ഇന്ത്യ പൂർണ്ണമായും വിമുക്തി നേടി എന്നാണ് 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്? ഉത്തരം ട്രക്കോമ. ഏത് നേത്രരോഗത്തിൽ നിന്ന് ഇന്ത്യ പൂർണ്ണമായും വിമുക്തി നേടി എന്നാണ് 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്? ഉത്തരം ട്രക്കോമ. പ്രാർത്ഥനാ സമാജ് ആരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്? ഉത്തരം 1867 ആത്മാറാം പാണ്ഡുരംഗയുടെ നേതൃത്വത്തിൽ. പ്രാർത്ഥനാ സമാജ് ആരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്? ഉത്തരം 1867 ആത്മാറാം പാണ്ഡുരംഗയുടെ നേതൃത്വത്തിൽ. യങ് ബംഗാൾ മൂവ്മെന്റിന് തുടക്കം കുറിച്ചതാരാണ്? ഉത്തരം കൽക്കത്തയിലെ ഹിന്ദു കോളേജ് അധ്യാപകനായ ഹെൻറി ഡെറോസിയോ. യങ് ബംഗാൾ മൂവ്മെന്റിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം കൽക്കത്തയിലെ ഹിന്ദു കോളേജ് അധ്യാപകനായ ഹെൻറി ഡെറോസിയോ. ലാഹോറിൽ ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചതാരാണ്? ഉത്തരം 1886 ലാലാ ഹൻസ് രാജ്. ലാഹോറിൽ ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചതാരാണ്? ഉത്തരം 1886 ലാലാ ഹൻസ് രാജ്. ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ദേശീയോദ്യാനങ്ങളുടെ വിസ്തൃതി? ഉത്തരം 1.35%. ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ദേശീയോദ്യാനങ്ങളുടെ വിസ്തൃതി? ഉത്തരം 1.35%. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയുടെ ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യയുടെ ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. കേരള സർക്കാരിൻ്റെ ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച ജീവനി പദ്ധതി ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമാണ്? ഉത്തരം പ്രമേഹം. കേരള സർക്കാരിൻ്റെ ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച ജീവനി പദ്ധതി ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമാണ്? ഉത്തരം പ്രമേഹം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ്? ഉത്തരം ലോർഡ് ലീ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം 1926 ഒക്ടോബർ 1-ന്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ്? ഉത്തരം ലോർഡ് ലീ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം 1926 ഒക്ടോബർ 1-ന്. ലോകത്തെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ആരംഭിച്ചതാര്? ഉത്തരം വില്യം വൂണ്ട്. ലോകത്തെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ആരംഭിച്ചതാരാണ്? ഉത്തരം വില്യം വൂണ്ട്.